ഹലോ മുത്തുമണികളെ, അപ്പൊ വീണ്ടും വരേണ്ടതായിട്ട് വന്നു. വരേണ്ടി വന്നാൽ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇനിയും അങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. കാരണം നന്മ മരങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നന്മയും ഇല്ലാത്ത നന്മ മരങ്ങൾ ചമയുന്ന പരനാറി പരച്ചെറ്റകളുടെ പിന്നാലെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. എടാ, എന്നെ ഇഷ്ടമില്ലാത്തവര്, ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ താല്പര്യമില്ലാത്തവര്, എടാ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോയിനടേ. ഇത് വലിയ പ്രശ്നമാണടേ. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കോടതി ചെന്നേ കലാശിക്കുള്ളൂ എടേ. എന്തായാലും പട്ടി കുരയ്ക്കുന്നുണ്ട്. ഒരു പേപ്പട്ടി വൈകുന്നേരം ആവുമ്പോൾ ബാറിൽ ചെന്ന്, ബാറിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വെച്ചിട്ടാണോ എന്ത് തേങ്ങയോ, ആ പരനാറി പരമച്ചെറ്റയുടെ അടുത്ത് എനിക്ക് യാതൊരു ഇടപാടും ഇല്ല. എനിക്ക് അവൻ്റെ അടുത്തൊന്നും സംസാരിക്കാനും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരനാറി പരമച്ചെറ്റയ്ക്ക് എപ്പോ നോക്കിയാലും ഉമ്മാന്റെ പൂ, ഉമ്മാന്റെ കാ, ഉമ്മാന്റെ മോ എന്നേ പറയാനായിട്ടുള്ളൂ. കാരണം ഈ പുള്ളിക്കാരൻ ഈ ലോകം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു സാധനം മാത്രമല്ല ഇവന്റെ ഉമ്മാന്റെ പൂ ഇല്ലേ, അത് ഇവൻ ഈ ലോകം കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചതല്ല. ഇത് മാത്രം ഇവന്റെ ഉമ്മാന്റെ സാധനം ഇങ്ങനെ പുഴുത്ത് പുഴു അരിക്കുന്നത് ഇവ ഇങ്ങനെ കണ്ട് ഇവന്റെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള സർവത്ര സ്ത്രീകളുടെയും പുഴുത്താണിരിക്കണം എന്നാണ് ഈ ചങ്ങായിര ഒരു വിചാരം. ഈ ചങ്ങായിരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ലെങ്കിൽ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ ചങ്ങായി അതിന്റെ അടുത്തിരുന്നും കൊണ്ട് പറയണ ഒരു കാര്യമുണ്ട്. അവളുടെ സ്വന്തം വീട്ടിലാണടി ഇരിക്കണതെന്ന്. നീ എവിടെ ഇരിക്കണത്? എടാ, ഇവളുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞ് നീ ഭയങ്കര അഭിമാനത്തിൽ പൊന്തിച്ചു വയ്ക്കുന്ന ആ വീടിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ അവളുടെ, അതായത് നീ വെച്ചോണ്ടിരിക്കുന്ന ഈ പരമച്ചേറ്റ വേശ്യയുടെ ആദ്യത്തെ വീഡിയോകൾ എടുത്തു വെച്ച് നോക്കുക. അപ്പൊ അതിൻ്റെ അകത്തിരുന്നും കണ്ടാണ് നീ ഓഹലത്താണത്. ഇനി അടുത്തത് രണ്ടാമത് എന്തോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആശയച്ചിക്ക് വരേണ്ടത് ക്യാൻസർ അല്ല HIV ആണെന്ന്. എന്തിന്? എടാ, ഈ HIV എന്ന് പറയുന്ന രോഗം ആർക്കാണ് ഉണ്ടാകുന്നത്? ഒരുപാട് പങ്കാളികൾ മീൻസ് ഈ സെക്സ് റിലേഷൻ ഒരുപാട് പേരുമായിട്ട് ചെയ്യുന്ന ആളുകളുടെ ഗുഹ്യസ്ഥാനത്തുണ്ടാകുന്ന ഒരു രോഗം. അത് ശരീരമാകെ നശിപ്പിക്കുകയും അവരുടെ ബ്ലഡിലൂടെ അവരുടെ തലച്ചോറിനെയൊക്കെ ബാധിക്കുകയും അവരെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. ഈ രോഗം ഉണ്ടാകുന്നത് ആർക്കാണെന്നറിയാമോ? അതായത് പല സ്ത്രീകളെ പ്രാപിക്കാൻ നടക്കുന്ന തെമ്മാടികൾക്കും അതുപോലെ പല പുരുഷന്മാരുടെയും കേരള നിന്റെ അടുത്തിരിക്കുന്ന മൈലാഞ്ചിക്കാടുണ്ടല്ലോ, അവൾക്കൊക്കെ പോലുള്ള ആൾക്കാർക്കാണ് ഈ HIV എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. അത് ഇനിയിപ്പോൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. ഞങ്ങളൊക്കെ ഒരു ഭർത്താവിൻ്റെ കൂടെ സുഖസുന്ദരമായി ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഏപ്രിലിൽ എനിക്കെന്തോ വരാനുള്ളതിന് നിങ്ങൾ പോയി എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. എടാ പരമച്ചേറ്റ അലവിലാതി മൈലാഞ്ചി കാടുകളെ, എടാ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ, കുടുംബമായിട്ട് ജീവിക്കുന്ന അവരുടെ കുടുംബത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ആ പുരുഷനെയും ചേർത്ത് പൊതുസമൂഹത്തിൽ വന്ന് പൊതുവായി ലൈവുകൾ ചെയ്താൽ എന്ത് ശിക്ഷയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പോലും നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ സാരയില്ല, ഞാൻ അറിയിപ്പിച്ചു തരാം. ഇനിയുള്ളത് നമ്മളെ മണവാട്ടി തമ്പുരാട്ടി ആൾക്കാണ് ഇനിയുള്ളത് കൊടുക്കാനുള്ളത്. എടി പുന്നാരമുള്ള, നീ എന്തോ ഒന്ന് പറയുന്നുണ്ടായിരുന്നില്ല. നിനക്ക് ധൈര്യമുണ്ടോ നിയമപരമായി എന്നെ നേരിടാൻ? ധൈര്യമുണ്ട്. ഞാൻ നിന്നെ നിയമപരമായി നേരിടുക തന്നെ ചെയ്യും. നിന്നെ ഞാൻ നിയമപരമായി നേരിടുക തന്നെ ചെയ്തിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഡ്രാക്കുള എന്തോ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുന്നുണ്ടായിരുന്നു. പുന്നാര മോളെ, നിന്നെ ഞാൻ അഴിയെണ്ണിക്കും.
ആ തള്ള കൊടുത്തേക്കുന്ന കേസിൽ നിന്നെ ഞാൻ എണ്ണിക്കും. ഇത് നീ എഴുതി വെച്ചോ. നീ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വെച്ച് വളരെ വ്യത്യസ്തയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. പിന്നെ നിങ്ങൾ പല തവണ പബ്ലിക്കിൽ പറഞ്ഞ ഒരു വിഷയമുണ്ട്. ഈ മലവാണം എന്ന് പറയുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ എൻ്റെ ലൈവിൽ ചാടിക്കേറി ഇടിച്ചു കയറി ഒരു 20 കുണുവ നീ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. 20 രൂപയായാലും പൈസ തന്നെയല്ല. എൻ്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ച പൈസ നീ തിരിച്ചു കൊടുക്കുന്നോ, നിനക്ക് 20 രൂപയല്ല മോളെ 200 രൂപ ഞാൻ തിരിച്ച് ഞാൻ നിനക്ക് ഇട്ടുതരും. അത് ഏതാണ്? എൻ്റെ ഭിക്ഷ, ഞാൻ നിനക്ക് തരുന്ന ഭിക്ഷ. പക്ഷെ എൻ്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ച പൈസ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഇനി അത് പബ്ലിക്കിൽ വന്ന് അയാളുടെ ഭാര്യ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്നും പോരാത്തതിന് അയാളുടെ ഭാര്യ നിന്റെ പേരിൽ വേറൊരു കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മോളെ. അതെന്താണെന്നറിയാമോ? അവളുടെ ഭർത്താവിനെ ചേർത്ത് എൻ്റെ കുഞ്ഞിനെ വെച്ച് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെതിരെ ഷിയാസിന്റെ ഭാര്യ നിനക്കെതിരെ കേസ് കൊടുക്കുക. അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലൊന്നും അല്ല പൊന്നുമോളെ, അതും കോടതിയിൽ. നീ പറഞ്ഞില്ലേ നിയമപരമായി നിന്നെ നേരിടാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന്. ഞങ്ങൾ ഒന്നിച്ച്, എൻ്റെ കുടുംബവും ഷിയാസിന്റെ കുടുംബവും ഒന്നിച്ച് നിങ്ങൾക്കെതിരെ പോരാടാൻ തയ്യാറെടുകയാണ്. നിനക്കും അസൂറ ബീവി എന്ന് പറയുന്ന ഡ്രാക്കുളയ്ക്കും അഷ്കർ മലബാർ എന്ന് പറയുന്ന അവനുമെതിരെ ഞാനും ഷിയാസിന്റെ കുടുംബവും എൻ്റെ കുടുംബവും ഷിയാസിന്റെ കുടുംബവും നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നിയമപരമായി തന്നെ നേരിടും. കാരണം നിങ്ങൾ 2 കുടുംബങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മണകൊണാഞ്ച് ഒരു വകയ്ക്കും കൊള്ളൂലാത്ത എന്തടാ നീ ഇങ്ങനെ കിടന്ന് തിളയ്ക്കണത്? നിനക്ക് കുടിച്ചാല് നിന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുക, അല്ലാതെ നിന്നെ ഒന്നും പറയാത്ത എന്റെ തോളിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ എന്റെ പൊന്നപ്പി ഞാൻ പാവമൊന്നുമല്ല. എന്റെ വായി കിടക്കണത് നാക്കാണ്. പക്ഷെ രണ്ടിനും 2 പ്രത്യേകതയുണ്ട്. ഒന്ന് ബോധമില്ലാത്ത നാക്ക്, അതായത് നിന്റെ വായി കിടക്കണ നാക്ക്. എന്റെ വായി കിടക്കണ നാക്കെന്ന് പറഞ്ഞ് ബോധത്തോടു കൂടി ഞാൻ സംസാരിക്കുന്നത് നീ താങ്ങൂല. അങ്ങനെ താങ്ങാതെ ഇട്ടിട്ട് പോയതാണ് നീ. ഇനി ഇത് മാത്രമല്ല പുതുകാര മോനെ, നിന്റെ പേരിൽ ഒരു വമ്പൻ കേസ് വേറെ വരാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അതായത് നീ ഈ തന്തയില്ലാത്ത ഒരു കൊച്ചിനെ ഉപദ്രവിച്ചതിനെതിരെ അവരും കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊന്നാര മോനെ, നിനക്കുള്ളിൽ കിടക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ നിന്നെ തേടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ വേറെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അവളുടെ വീട്ടുകാർക്കും അവളുടെ നാട്ടുകാർക്കും അവളുടെ മഹല്ലുകാർക്കും ഇല്ലാത്ത വിഷമം എന്തിന് എനിക്ക് എന്ന്. എനിക്കെന്ത് വിഷമം? ഞാൻ എന്തിനു വിഷമിക്കണം? എന്നെ അപമാനിക്കുന്ന ഒരുത്തീനെ കുറിച്ച് ഞാൻ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിനക്കെന്നല്ല, നിന്റെ തന്തയ്ക്ക്. എടാ, നിന്നെ കളഞ്ഞിട്ട് പോയ നിന്റെ തള്ളയെ വേണ്ട എന്ന് പറഞ്ഞ നിന്റെ തന്തയ്ക്ക് പോലും എന്നെ ഒരു മുൻപിണ്ണാക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ ഈ കണ്ണി കണ്ട ആളുകളുടെ ഒക്കെ ഉമ്മമാരുടെ പൂ എന്ന് പറയുമ്പോൾ നിന്റെ ഉമ്മാന്റെ പൂ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും നിന്റെ നാട്ടിലുണ്ടാടാ? എടാ, ആരെങ്കിലും നിന്നെയൊക്കെ അടുപ്പിക്കുവോടാ? നിന്റെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? നിന്റെയൊക്കെ നാട്ടില് പരമ ചെറ്റ അലവിലാതി. എന്നിട്ട് ഇതൊന്നും പോരാത്തുണ്ട് ഭയങ്കര നല്ല പേരാണ് യൂട്യൂബിലും വന്ന് കിടക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ട്. എടി പന്ന പുന്നാര മോളെ, നീ ആശേച്ചിന് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആശേച്ചി മരിക്കാനായി എന്ന്. എടി പന്ന പൂലയാ മോളെ, എടി നീ ഒരാഴ്ചക്ക് മുമ്പ് വരെ മരിക്കാറായി കിടന്നത് തന്നെയാണ്. എടി നിന്റെ കോലം നീ ഒന്ന് കണ്ണാടിയിൽ നോക്ക്. നീ ജീവനോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ അതിശയമാണ്. കാരണം അങ്ങനെ ഒരു കോലത്തിലാണ് നീ ഇരിക്കുന്നത്. നീ ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഗർഭാവസ്ഥ. ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. നീ ആശയിച്ച് മരിക്കാറായി എന്ന് പറഞ്ഞതിന് ഞാൻ തിരിച്ചൊരു മറുപടി പറയാണ്. നീ മരിക്കാതെ വന്നാൽ നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. കാരണം അത്രയേറെ ശാപവും പേറിക്കൊണ്ടാണ് നീ ആ കൊച്ചിനെയും വയറ്റിലിട്ടേക്കുന്നത്. അതിനെ വയറ്റിലിട്ടുകൊണ്ട് എടി എത്രത്തോളം നിനക്ക് മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, എത്രത്തോളം മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, മറ്റുള്ളവരുടെ അസുഖത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, ഇതെല്ലാം നീ ചെയ്യും.
ഇതെല്ലാം ചെയ്തിട്ട് അടുത്ത ദിവസം ആകുമ്പോൾ യൂട്യൂബിൽ വന്നിരുന്ന് അയ്യോ പൊത്തന്റെ ജീവിതം തകർന്നേ, അയ്യോ പൊത്തന്റെ ഇങ്ങനെ പറഞ്ഞും കൊണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് കിടന്ന് അട്ടഹസിക്കുന്നത് നീയാണ്. ഇത് മാത്രമല്ല, അയ്യോ ഞാൻ ഇപ്പം മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആഴ്ചകൾ പോലും ആയിട്ടില്ല നീ ഇട്ടിട്ടുള്ള വീഡിയോകൾ എടുത്ത് നോക്ക്. മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ടാണ് നീ ഇട്ടേക്കുന്നത്. നീ മരിച്ചതിന് തുല്യമാണ് ജീവിക്കുന്നത്. നീ എന്തിന് ജീവിക്കുന്നത്? നിനക്കൊരു നല്ല മകളാകാൻ വേണ്ടിയിട്ട് പറ്റിയോ? നിനക്ക് 3-4 കൂടെ ജീവിച്ചിട്ട് ഈ 4 ഭാര്യയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് പറ്റിയോ? ഇനി മക്കളെ കിട്ടി, പൊന്നംകുടം പോലത്തെ മക്കളെ കിട്ടി, ആ മക്കൾക്ക് നല്ലൊരു ഉമ്മയാകാൻ വേണ്ടിയിട്ട് നിനക്ക് പറ്റിയോ? എടി സഹോദരിയാകാൻ വേണ്ടിയിട്ട് പറ്റിയോ? എടി അയൽവാസിയെങ്കിലും ആകാൻ വേണ്ടിയിട്ട് പറ്റിയോടി? നിനക്കൊരു അയൽവാസി, ഒരു നല്ല അയൽവാസിയെങ്കിലും ആകാൻ വേണ്ടിയിട്ട് നിനക്ക് പറ്റിയ? നീ എന്തൊരു ജീവിതമാണ് ജീവിക്കണമെന്ന് നിനക്ക് വല്ല ബോധവും ഉണ്ടാ? നീ അങ്ങ് എന്തൊക്കെയോ ഭയങ്കര എന്തോ ചെയ്യുന്നെന്നാണ് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മണ്ണാങ്കട്ടിയല്ല. ശരിക്കും നീയും നിന്റെ കൂടെ ഉള്ളവനും പൊതുസമൂഹത്തിൽ നല്ല ഒന്നാന്തരം കോമാളികളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര കൊമ്പത്ത ആരും ഒന്നൊന്നും നീ വിചാരിക്കണ്ട. നിന്നെ ഒതുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് അത് ഞാനാണ്. എന്തിനാണെന്നറിയാമോ? എന്റെ ഇത്തിരി പോകുന്ന കൊച്ചിനെ അവിഹിത സന്തതിയാക്കിയതിന്. ഇനി ഇതിനെല്ലാം പുറമെ ഈ കൂടെ ഇരിക്കുന്ന പരനാറി അലവിലാതി ചെറ്റ ഒരു കാര്യം കൂടി പറയണുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് തളർന്നു കിടന്നപ്പോൾ ഞാൻ ഏതോ ലോഡ്ജിൽ പോയെന്ന്. എന്റെ ഞാൻ പോയ ലോഡ്ജിന്റെ കാവൽക്കാരനായിരുന്നു അടാ നീ നീ അവളുടെ ചെലവില് അവളുടെ വീട്ടിൽ ജീവിച്ചിട്ട് ആ വീട്ടിന്റെ അകത്ത് തോന്നിയാസം കാണിച്ചവനാണ് നീ. അതും അവൾ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത്. അവളുടെ ചെലവില് അവളുടെ വീട്ടിന്റെ അകത്ത് ജീവിച്ചിട്ട് ആ വീട്ടിന്റെ അകത്ത് തോന്നിയാസം കാണിച്ചവനാണ് നീ. അതിന്റെ പേരിൽ നിന്നെ അടിച്ചു പുറത്താക്കിയവളാണ് അവള്. എന്തായാലും ആ ഗതികേടൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പ എന്നുള്ള ലേബല് മാത്രമല്ല, എൻ്റെ ജീവന്റെ പാതിയാണ് എൻ്റെ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ മനുഷ്യൻ സുഖമില്ലാതെ കിടന്ന സമയത്ത് ഞാൻ പോയ ഹോട്ടലിന്റെ കാവൽക്കാരനായിരുന്നു നീ. അങ്ങനെയാണ്. എല്ലാവരും നിന്നെ പോലെ അല്ലെങ്കിൽ നിന്റെ ഉമ്മാനെ പോലെ എന്ന് വിചാരിക്കരുത്. ഈ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ണി കണ്ടവന്മാരെ ഒക്കെ വീട്ടിൽ വിളിച്ചു കയറ്റി അവർക്ക് കിടന്നു കൊടുത്ത ചരിത്രമാണ് നിന്റെ വീട്ടിലുള്ളത്. അപ്പൊ എല്ലാവർക്കും അതാണ് ചരിത്രം എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മഹാബോറാണ് മോനെ. അത് നല്ല സ്വഭാവമല്ല. അത് മാത്രമല്ല, നീ കണ്ടിട്ടുള്ള സ്ത്രീകൾ, നീ പോയിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് നിന്റെ കൂടെ വന്ന് കിടന്നവരാണ് അല്ലേ? നീ വിളിച്ചോണ്ട് വന്ന പെണ്ണ് ആലുവയിൽ കുറച്ചധികം സ്ത്രീകളുമായിട്ട് നിനക്ക് ബന്ധമുണ്ട്. അതില് ബഹുഭൂരിപക്ഷം സ്ത്രീകളും ആരായിരുന്നു? ഭർത്താക്കന്മാരെ ചതിച്ച പെണ്ണുങ്ങളാണ്. തീട്ടത്തി വന്നിരിക്കുന്ന ഈച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്നറിയാമോ? തീട്ടത്തി മാത്രമേ അതിരിക്കൂ. അതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ചു കൊടുത്താലോ അതിന്റെ അകത്ത് അത് കയറിയിരിക്കില്ല. കാരണം എന്താണ്? അതിന് തീട്ടം മാത്രമേ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയാണ് നിനക്ക്. നീ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ നിന്റെ കൂടെ വന്ന് കിടന്നിട്ടുള്ള സ്ത്രീകളിൽ വെച്ച് ഏതെങ്കിലും ഒരു മാന്യതയുള്ള ഒരു സ്ത്രീയെ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒരൊറ്റ സ്ത്രീനെ എല്ലാവളുമാരും ഭർത്താക്കന്മാരെ വഞ്ചിച്ച് നിന്നെ പോലെ ഒരു സർപ്പത്തിന്റെ കൂടെ വന്ന് കിടന്ന പടുവേഷികളാണ്. അപ്പൊ നിന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്ന് ചിന്തിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉമ്മാന്റെ ചരിത്രമാണോ എന്തോ മുത്തുച്ചിപ്പി കഥ പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തുച്ചിപ്പി കഥ പോലെ മോനെ എല്ലാവരും നിന്റെ ഉമ്മാനെ പോലെയല്ല. അപ്പോ ഞാനൊരു ഒരു ഹോട്ടലിൽ പോയി എന്ന് നീ പറയുമ്പോ അവിടെ വെച്ച് എന്നെ ആരും കയ്യോടെ പിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഹോട്ടലിൽ പോയി അവിടെ ഞാൻ വ്യഭിചാരം നടത്തി ഞാൻ നൈസായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ നിന്നേക്കാൾ മിടുക്കിയാണ് ഞാൻ. എന്നെ ഒരാളും കൈയോടെ പിടിച്ചിട്ടില്ല, എന്നെ നടുത്തെരുവിൽ വന്ന് നിർത്തിയിട്ടില്ല, പട്ടിയെ തല്ലും പോലെ തല്ലിയിട്ടില്ല, ഒരു ജട്ടി പോലും ഇടാതെ നാട്ടുകാരുടെ മുന്നിൽ വന്ന് തൂക്കണം കുരുവി തൂക്കിയിട്ടും കൊണ്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ പിന്നെ മിടുക്കി എന്ന് പറയുന്ന ഞാനല്ലേ. എന്തായാലും എനിക്ക് നിങ്ങൾ എത്ര അവിഹിതം ചാർത്തി തന്നാലും എന്നെ ഈ സമൂഹത്തിലോ ഇനി അങ്ങോട്ടുള്ള സമൂഹത്തിലോ എന്നെ ഒരിക്കലും ഒരാളും വ്യഭിചാരത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നീ ഇത്രയൊക്കെ പ്രസംഗിക്കുന്ന നിന്റെ അടുത്തിരിക്കുന്ന അവളുടെ കൂടെ നിന്നെ വ്യഭിചാരത്തിന് നാട്ടുകാരും വീട്ടുകാരും അവളുടെ ഉമ്മയും എല്ലാം കൂടി പിടിച്ചിട്ട് തന്നെയല്ലേ
പറഞ്ഞു വിട്ടത്? അവിടെ നിന്നും വന്നിട്ട് ഒരു ചുണയും ഇല്ലാതെ നാട്ടുകാരടുത്ത് ഭിക്ഷ തണ്ടി അവളുണ്ടാക്കിയ വീട്ടിൻ്റെ അകത്ത് കയറി ഇരുന്നും കണ്ട് അയ്യോ അവളവളെ സ്വന്തം വീട്ടിലാണ് ഇരിക്കണേന്ന്. അവളവളുടെ സ്വന്തം വീട്ടിൽ ഇരിക്കണം. നീ എവിടെ ഇരിക്കണ്? അതെ ഈ നമ്മൾ നാട്ടിൽ ഇങ്ങനെ പറയും, ഇല നക്കിപ്പട്ടിയുടെ ചിറി നക്കിപ്പട്ടി എന്ന്. അപ്പൊ നീ ആരാണ്? ചിറി നക്കിപ്പട്ടി. അപ്പൊ ഈ വാലാട്ടണമല്ലോ, വാലാട്ടി കാണിക്കണമല്ലോ, ആ ഒരു വാലാട്ടലാണ് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എടാ ഒന്ന് ഇറങ്ങി പോടാ മൈലാഞ്ചി കാടെ അലവിലാതി. പിന്നെ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറയുന്നിടത്തോളം കാലം എടാ നിനക്ക് പറയാനേ പറ്റൂ. എന്റെ ഭർത്താവ് എന്റെ കൂടെ തന്നെ താമസിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്നതും എന്റെ കുഞ്ഞൊന്ന് വീണാൽ ഓടിപ്പോയി എടുക്കുന്നതും ഒക്കെ എന്റെ ഭർത്താവാണടാ, എന്റെ ഭർത്താവാണ്. ആ ഒരു യോഗം നിനക്കൊണ്ടാടാ. എടാ നീ ഉണ്ടാക്കി എന്ന് പറയുന്ന നിന്റെ സ്വന്തം കുഞ്ഞ് ഒന്ന് വീണിട്ട് ഉപ്പാന്ന് വിളിക്കോ? ആ കുഞ്ഞിനൊരു മുട്ടായിത്തുണ്ട് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പോക്കില്ലാത്ത നീ എന്റെ കുഞ്ഞിന്റെ പിതാവാര് എന്ന് ചിന്തിച്ചും കൊണ്ട് വെപ്രാളം കൊള്ളുന്നു. എടാ ആരോ ആയിക്കോട്ട്, നിന്നെ അതെങ്ങനെ ബാധിക്കുന്നു? നീ ആര്? അല്ല നിനക്കും എനിക്കും തമ്മിൽ എന്തൊരു ബന്ധം? നീ എന്തിനു എന്റെ പിന്നാലെ വരുന്നു? നിന്റെ കൂടെ ഇരിക്കുന്നവളെ ഞാൻ ജന്മം ചെയ്താൽ വിടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതിന് കാരണം എന്ത് എന്നുള്ളത് അവക്കും നന്നായിട്ട് അറിയാം. അവൾ ഈ ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് ഭയങ്കര നല്ല പിള്ള ചമന്നിട്ട് എനിക്ക് ഇവളെ പേഴ്സണലി അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോണിൽ ഇവള് വിളിച്ചിട്ടുള്ള റെക്കോർഡുകൾ, എന്റെ കോൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാം എന്റെ കോൾ ഒരു തവണയെങ്കിലും അവളുടെ ഫോണിൽ പോയിട്ടുണ്ടോ എന്ന്. എന്റെ കോൾ അവളുടെ ഫോണിൽ പോയിട്ടുള്ളത് അവസാനത്തെ 2 തവണയാണ് ഷിയാസിനെ പറ്റിച്ച് ഇവള് പൈസ വാങ്ങിച്ചതിന് ശേഷം. അതും 2-3 തവണയൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്രേ. വാങ്ങിച്ച പൈസ അതുപോലെ നീ തിരിച്ചു കൊടുക്കും മോളെ. നിന്നെ കൊണ്ട് ഞാൻ തിരിച്ചു കൊടുപ്പിക്കാം. അല്ലെ നിന്റെ തന്തേരെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കൂടി. നിന്റെ തന്തേരെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അത് വേറൊരു വിഷയം. അപ്പം എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയല്ലേ? ഇവിടെ കോടതിയിൽ ഞാൻ പോകും, നിയമപരമായി നിന്നെയൊക്കെ ഞാൻ നേരിടും. എൻ്റെ അഭിമാനത്തിൽ തൊട്ടതിന്, എൻ്റെ ബന്ധത്തിൽ തൊട്ടതിന്, എൻ്റെ മകനെ തൊട്ടതിന് നിന്റെയൊക്കെ നാവും കൈയും ഞാൻ വെട്ടും മോനെ.